അത്യന്തം ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ഇങ്ങനൊരു വിഷയം ഇയർ ബാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഉയർന്നു വന്നപ്പോൾ ആ ഒരു തീരുമാനമുണ്ടായിരുന്നത് 2024 കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസ് കൈക്കൊണ്ട ഒരു തീരുമാനമായിരുന്നു ഇയർ ബാക്ക് എന്നുള്ളൊരു സിസ്റ്റം. അപ്പോൾ അതുപ്രകാരം 5ാം സെമസ്റ്ററിൽ വിദ്യാർത്ഥി ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് കരസ്ഥമാക്കിയിട്ടില്ലെങ്കിൽ 5ാം സെമസ്റ്ററിൽ ഇയർ ബാക്ക് ആകും എന്നുള്ളൊരു തീരുമാനം. അപ്പോൾ 24 തീരുമാനം പ്രകാരം 5ാം സെമസ്റ്റർ എന്ന് പറയുന്നത് അത് നടപ്പിലാകുന്നത് 26 അത് പ്രകാരമാണ് ഈ വർഷം മുതൽ 5ാം സെമസ്റ്ററിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇയർ ബാക്ക് എന്നൊരു സംവിധാനം വന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അങ്ങനെ ഒരു വിഷയം നമ്മുടെ ശ്രദ്ധയിൽ വരികയും അപ്പോൾ കഴിഞ്ഞ ഒരു ബോർഡ് കൈക്കൊണ്ട തീരുമാനം എന്ന നിലയിൽ ആ തീരുമാനം മാറ്റാനായിട്ട് സ്വാഭാവികമായും ബോർഡിന് മാത്രമാണ് അധികാരം ഉണ്ടാവുക. ഗവൺമെൻറ് വന്നു, ഗവൺമെൻറ് ബോർഡ് ഓഫ് സ്റ്റഡീസ് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഗവർണേഴ്സ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം അവിടെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ആദ്യത്തെ സിൻഡിക്കേറ്റ് യോഗത്തിൽ തന്നെ KTUവിലെ ഇയർ ബാക്ക് സിസ്റ്റം തൽക്കാലത്തേക്ക് ഈ വർഷത്തേക്ക് അതിന് ഒരു മാറ്റിവെക്കുവാനായിട്ട് അല്ലെങ്കിൽ ഈ വർഷം അത് ഒഴിവാക്കാനായിട്ടുള്ളൊരു തീരുമാനം KTU കൈക്കൊണ്ടിരുന്നു. അതുപ്രകാരം അത് മറ്റ് KTUവിന് കീഴിലുള്ള കോളേജുകളൊക്കെ ആ സിസ്റ്റം സ്വാഭാവിക നിലയിൽ അത് ഫോളോ ചെയ്യേണ്ടതാണ്. പക്ഷേ ഒരു ഓട്ടോണമസ് കോളേജ് എന്ന നിലയിൽ അവർക്ക് അവരുടെ അക്കാഡമിക് കൗൺസിലിന് ഓട്ടോണമസ് കോളേജുകൾക്കുള്ള അധികാരം വിനിയോഗിച്ചുകൊണ്ടാണ് കോതമംഗലം കോളേജ് ആ ഇയർ ബാക്ക് സിസ്റ്റം പിൻവലിക്കുവാൻ തയ്യാറാവാതെ നിന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾ, അവിടുത്തെ കോളേജിലെ വിദ്യാർത്ഥികൾ എന്നെ ബന്ധപ്പെട്ടിരുന്നു, ഞാൻ കോളേജുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ഇങ്ങനൊരു സിസ്റ്റം അത് പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ അത് പുനഃപരിശോധിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അത് പിൻവലിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അപ്പോൾ കോളേജ് അത് പിൻവലിക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല. എന്തായാലും ഒരു വിദ്യാർത്ഥി ഇത്തരത്തിൽ ഒരു സൂയിസൈഡ് ചെയ്തു എന്ന് പറയുന്നത് അത്യന്തം ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം ഉണ്ടാവും. പോലീസ് നിലവിൽ ഞാൻ ജില്ലാ പോലീസ് മേധാവിയുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പോലീസ് ഇതിനോടകം തന്നെ കേസെടുത്തിട്ടുണ്ട്. ഈ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ കുടുംബാംഗങ്ങൾ ഇന്ന് എത്തിച്ചേരുന്നതാണ്. അവരുടെ സാന്നിധ്യത്തിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടമൊക്കെ പൂർത്തീകരിച്ച് പോലീസ് ഈ കേസ് കൃത്യമായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണം ഉണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഞാൻ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് യൂണിവേഴ്സിറ്റിയും ഇതിനെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുവാനായിട്ട് കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നതാണ്. ഈ സിസ്റ്റം പ്രകാരം വിദ്യാർത്ഥി പുറത്തായി കഴിഞ്ഞാൽ അത് കോളേജിൽ നിന്ന് തന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്നു, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ എടുക്കുന്നു എന്നുള്ളതാണ് നേരത്തെയുള്ള പുറത്തുപോയ വിദ്യാർത്ഥികളൊക്കെ പറയുന്നത്. അതെ, അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചതും. ഈ വിദ്യാർത്ഥിയുടെ കാര്യത്തിലും ഇവർക്ക് ഇയർ ബാക്കായി എന്നുള്ള ഒരു കാരണത്താൽ ഹോസ്റ്റലിൽ നിന്നും പുറത്താവുന്നു. പുറത്ത് PG എടുത്ത് താമസിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് 20ഓളം വിദ്യാർത്ഥികൾക്ക് സമാനമായ സാഹചര്യത്തിൽ ഇയർ ബാക്ക് ഉണ്ട് എന്ന് പറയപ്പെടുന്നു ഇതേ കോളേജിൽ തന്നെ. അപ്പോൾ ഈ വിദ്യാർത്ഥികളുടെയൊക്കെ ഭാവിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ചെറിയ വിദ്യാർത്ഥികളാണ്, അവരെ അത് കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കോളേജുകളൊക്കെ കുറേ കൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. കാരണം അവർക്ക് അങ്ങനെയുള്ള വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ മാതാപിതാക്കളുമായി ഒക്കെ ബന്ധപ്പെടുകയോ അത്തരം സാഹചര്യങ്ങൾ അത് അവരുടെ കുടുംബത്തെയൊക്കെ ബോധ്യപ്പെടുത്തുകയോ അപ്പോൾ അവർക്ക് ഇതുപോലുള്ള ഒരു അനിഷ്ട സംഭവങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അത്തരം സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടാതിരിക്കുവാനായിട്ടുള്ള എല്ലാ മുൻകരുതലുകളും സ്വാഭാവികമായിട്ടും കോളേജുകളുടെ ഭാഗത്തു നിന്ന് സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് നിർബന്ധമായിട്ടും ഉണ്ടാവേണ്ടതാണ്. യൂണിവേഴ്സിറ്റി തീരുമാനം പരിശോധിക്കാൻ തയ്യാറായി, പക്ഷേ ഓട്ടോണമസ് കോളേജ് അതിന് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ഭാവി ബാധിക്കുന്ന വിഷയമാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന് ഇതൊക്കെ ഏത് രീതിയിലുള്ള ഇടപെടൽ? അല്ല, ഇപ്പോൾ സർവകലാശാലയിലായാലും കോളേജുകൾക്കായാലും അതിന് അക്കാദമിക കാര്യങ്ങളിൽ അവർക്കുള്ള ഒരു സ്വയംഭരണാധികാരമുണ്ട്. നമ്മൾ അക്കാദമിക് കാര്യങ്ങളിലേക്ക് ഗവൺമെൻറ് കടക്കാറില്ല. നമുക്ക് നമ്മുടെ നിർദ്ദേശങ്ങൾ നമ്മൾ സർവകലാശാലയ്ക്ക് മുമ്പിൽ അല്ലെങ്കിൽ ഇപ്പോൾ സിൻഡിക്കേറ്റിൻ്റെയൊക്കെ മുമ്പിലോ തീരുമാനങ്ങൾ എടുക്കുന്ന ബോഡികൾക്ക് മുമ്പിൽ നമ്മൾ കൊടുക്കാറുണ്ട്. അവരത് ചർച്ച ചെയ്ത് അതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സർവകലാശാല ഒരു തീരുമാനം എടുത്തെങ്കിലും ഇത് കോളേജ് ഓട്ടോണമസ് ആകുമ്പം കോളേജിൻ്റെ അക്കാഡമിക് കൗൺസിലിന് അവർക്ക് കുറേ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരങ്ങളുണ്ട്. അതുകൊണ്ടാണല്ലോ അത് ഓട്ടോണമസ് കോളേജ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇങ്ങനെ എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം അത് ആരായാലും സർവകലാശാലയായാലും കോളേജുകളായാലും അതെല്ലാം വിദ്യാർത്ഥികളുടെ ഭാവിയെ കരുതിക്കൊണ്ട് അവരുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന നിലയിലുള്ള തീരുമാനങ്ങളായിരിക്കണം. വിദ്യാർത്ഥികളുടെയൊക്കെ മാനസികാവസ്ഥയും അവരുടെ ഒരു പ്രായവും ഒക്കെ കണക്കിലെടുത്തുകൊണ്ടിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കണം ഇത്തരം കാര്യങ്ങളിൽ എല്ലാവരുടെയും ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ കാര്യത്തിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവും.
അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടായാലും അതിൽ കൃത്യമായിട്ടുള്ള നടപടികൾ, സാധ്യമായിട്ടുള്ള നടപടികളൊക്കെ ഉണ്ടാവും. നിലവിൽ ഇയർ ബാഗ് സിസ്റ്റം വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ്. അത് താൽക്കാലികമായിട്ട് അല്ല, ഇപ്പോൾ KTU അത് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. KTU കഴിഞ്ഞ ദിവസം കൂടിയ സിൻഡിക്കേറ്റ് യോഗത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ തൽക്കാലം ഈ വർഷത്തേക്ക് അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി വരും വർഷങ്ങളിലേക്കുള്ളത് ഇയർ ബാഗ് സിസ്റ്റം അവർ കൊണ്ടുവന്നത് ഇതിൻ്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ സർവകലാശാലയിൽ, കോളേജുകളിൽ പാസ് പെർസെൻറ്റേജ് ഉയർത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. കാരണം നമ്മുടെ നിലവിലുള്ള KTUവിൽ ഒരു പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് കേവലം 60% താഴെ, 60%-അടുത്താണ്. അപ്പോൾ അവരുടെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തിലാണ് ഇങ്ങനെ ഒരു സിസ്റ്റമൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ അതിൻ്റെ പ്രായോഗിക വശങ്ങൾ പരിശോധിച്ച് അത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുവാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ ഗവൺമെൻറ് 2024 എടുത്തൊരു തീരുമാനമാണ്. പക്ഷേ നമ്മൾ അധികാരത്തിൽ വന്നതിന് ശേഷം 2026 നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമില്ല, മാതാപിതാക്കൾക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള അവബോധമില്ല, ആ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തിയിട്ടില്ല എന്നുള്ള പരാതികളൊക്കെ ഉയർന്നു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സിൻഡിക്കേറ്റ് പുനഃപരിശോധിക്കുകയും നമുക്ക് ഈ വർഷം അത് ഇയർ ബാഗ് സിസ്റ്റം തൽക്കാലത്തേക്ക് ഒഴിവാക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തത്. ഇനി വരും വർഷങ്ങളിൽ എങ്ങനെ വേണമെന്നുള്ളത് സിൻഡിക്കേറ്റ് കൂടി അതിൻ്റെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ബോഡികൾ കൂടി ആലോചിച്ച് അതിനകത്ത് വേണ്ട തീരുമാനങ്ങൾ എടുക്കുകയായിരിക്കും ഉണ്ടാവുക. എന്തായാലും ഈ വർഷം ഇങ്ങനൊരു സാഹചര്യം ഉയർന്നു വന്ന് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് അവർക്ക് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യം, അറിവുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരുന്ന ഒരു പ്രശ്നം. അപ്പോൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സർവകലാശാല ഈ വർഷം അത് ഒഴിവാക്കി കൊടുക്കാനായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായത്. പക്ഷേ ആ തീരുമാനത്തിന് അനുബന്ധമായി ഒരു ഓട്ടോണമസ് കോളേജ് എന്ന നിലയിൽ MA കോളേജിൽ ആ തീരുമാനം ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ ഇതിലേക്ക് പോകണോ? ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിൽക്കുകയല്ലോ, ഞാനത് പറഞ്ഞോളാം. കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് വേറെ നമ്മൾ വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ നമ്മൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ള കേസ് എടുത്ത് അത് അന്വേഷിച്ച് കൃത്യമായി അന്വേഷണം മുന്നോട്ട് പോകും. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് യൂണിവേഴ്സിറ്റി തലത്തിലോ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലോ കൈക്കൊള്ളാവുന്ന എല്ലാ നടപടികളും ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഗവൺമെൻറ് അക്കാര്യത്തിൽ കൈക്കൊള്ളും.